ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ലെന്നാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങളുടെ മനസ്സുമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നമ്മൾ എന്തോ വീക്കായിട്ടുള്ള കമ്പനിയാണെന്നോ എന്തോ വല്ലാത്ത നമ്മൾ വേൾഡ് റൂളേഴ്സ് ആയിട്ടാണ് ആളുകളോട് സംസാരിക്കേണ്ടത്. ഇത് ഇതിനേക്കാൾ നല്ലൊരു മികച്ച അവസരം വരാനില്ല. ടൈമിംഗ് നല്ലതാണല്ലോ. ഇന്ത്യയുടെ വളർച്ച, നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണം, പ്രോത്സാഹനം ഗവൺമെന്റിന്റെ അല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ ഈ പറയണം, ദയവിൽ ശ്രദ്ധിക്കില്ലെങ്കിൽ വേറെ ആൾക്കാർ ശ്രദ്ധിക്കാനുണ്ടാവും. ഒരു ഗ്രാഫില് ഒരു വ്യക്തി എപ്പോഴും നോക്കണത്, ഒരു കമ്പനിയുടെ ആയിക്കോട്ടെ, ഒരു സ്റ്റോക്ക് എടുക്കാനായിക്കോട്ടെ, ജീവിതത്തിലെ ഒരു കരിയർ ആയിക്കോട്ടെ, എന്ത് പണ്ടാണെങ്കിലും എക്സ്പ്ലോസീവ് കർവിന്റെ മുകളിൽ കിട്ടാനാണ് ഓരോരുത്തരും നോക്കണ ജീവിതത്തിൽ. എന്താണ് ഈ എക്സ്പ്ലോസീവ് കർവ് എന്ന് പറഞ്ഞാൽ? പൊട്ടിത്തെറിക്ക് മുമ്പുള്ള അവസ്ഥ. അതായത് ഒരു വണ്ടി, ഒരു വിമാനത്താവളം വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ അവിടെ പോയി സ്ഥലം വാങ്ങാനുള്ള കാശ് കയ്യിലുള്ളവൻ അവിടെ കോടീശ്വരനായി. ഒരു സോഫ്റ്റ്വെയർ എക്സ്പ്ലോഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ പഠിച്ചവനൊക്കെ ആ കമ്പനിയുടെ പേര് വലിയൊരു ഉന്നത പൊസിഷനുകളിലെത്തി. റിയൽ എസ്റ്റേറ്റ് ബൂം, സ്റ്റോക്ക് മാർക്കറ്റ് ബൂം, കമ്പ്യൂട്ടർ ബൂം, ഈ ബൂമുകളൊക്കെ കഴിഞ്ഞു. നെറ്റ്വർക്കിന്റെ ബൂം വരാനുള്ളൂ. കാരണം നെറ്റ്വർക്കിന്റെ ബൂം, നെറ്റ്വർക്ക് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മനസ്സിലായോ? ടി വി ആയിട്ട് ബന്ധപ്പെട്ടല്ല. ടി വി മിക്കവാറെല്ലാം വീടുകളിലായി. ഇന്റർനെറ്റ് ജനകീയമായി തുടങ്ങുന്നുള്ളൂ. കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിലേക്ക് വരികയും മറ്റേ നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുകയും UPI സർക്കാർ എല്ലാം ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോഷനെ ഉപയോഗിച്ച് ഈ കമ്പനിയുടെ ആയുർവേദവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒക്കെ ശൈശവ ദശയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സമയത്ത് കഷ്ടപ്പാടുണ്ടാവും. മാർക്കറ്റിൽ ഇതിനെ കുറിച്ച് അറിയാത്തവരെ ഉണ്ടാവുള്ളൂ. അത് കണ്ടുകഴിയുമ്പോൾ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയാണ് ഓർക്കേണ്ടത്. എന്താണ് ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും? ഗോലിയാത്ത് വളരെ സൈസുള്ളവനാ. അപ്പൊ ദാവീദിനോട് പറഞ്ഞു എവിടെ അടിച്ചാലും കൊള്ളുന്നു. അതാണ് സത്യം. ഞാൻ എവിടെ കവണ അടിച്ചാലും ഗോലിയാത്തിന്റെ മേത്ത് കൊള്ളാണ്ടിരിക്കുന്ന ആവശ്യം അത്രയും സൈസാണ് അവൻ. അതുകൊണ്ട് നിങ്ങൾ എപ്പോ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ അവിടെ ഇരുന്ന് വേറെ ആൾക്കാരുണ്ടോ? ഇത്രയും വലിപ്പാണെന്ന് വിചാരിച്ചില്ല. നമ്മുടെ അവിടെ അപ്പുറത്തെ DDI അപ്പുറത്ത് ഞാൻ പണ്ട് ഞങ്ങൾക്ക് മാത്രം. അപ്പൊ ഞാൻ തൃശ്ശൂര് പോയിട്ട് ഞങ്ങളങ്ങനെ പലതരം പറയുന്നുണ്ട്. ആദ്യം എന്റെ വീട്ടിലേക്കാണ് വന്നത്. ഞാൻ ഭയങ്കരമായി വീട്ടിലേക്ക് തന്നെ വന്നല്ലേ? വീട്ടിലേക്ക് തന്നെ വന്നു. അത് ഫോറിനറായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഒരാളാണ് വന്നത്. എന്നിട്ട് എന്താ അച്ഛൻ ആലോചിക്കട്ടെന്ന് പറഞ്ഞു. ചത്തു. ഇപ്പൊ നിനക്ക് ഇനി ആലോചിക്കാം, നിന്റെ മക്കൾക്കും ആലോചിക്കാം. കാരണം ആദ്യം വന്ന എന്റെ വീട്ടിലേക്കാണ്.